അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ,
അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സീരിയസ് വിഷയം ഡിസ്കസ് ചെയ്തായിരുന്നു. കാര്യം ആധ്യാത്മിക മുന്നേറ്റം, ജീവിത മുന്നേറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഘടകങ്ങളെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ഒന്ന്, എല്ലാ കാലങ്ങളും നമുക്കുണ്ടാകുന്നതാണ് അനുഗ്രഹത്തിൻ്റെ കാലം. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. അത് ഒരു ഘട്ടമാണ് ശരിക്കും. ഇനി കുറച്ചുകൂടി ഉടമ്പടിയിലൊക്കെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് രണ്ടാം മേഖലയിലേക്ക് പ്രവേശിക്കാം. രണ്ടാം മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു, അഭിഷേകത്തിൻ്റെ മേഖലയാണ്. അഭിഷേകത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് മോസസിനോട് ദൈവം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ പറയുന്നുണ്ടത്, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതായത് മോസസിനോട് ദൈവം എന്താണ് ഒരു വാഗ്ദാനം കൊടുത്തത്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾ പോകുന്നിടത്തല്ല, അല്ലേ? അപ്പം അതൊരു നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അവിടെ ആശ്വാസമാണ് കൊടുക്കുന്നത്. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പം ദൈവ ബ്ലെസ്സിങ്സിൻ്റെ ഒരു തലമാണത്. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസത്തിൻ്റെ അനുഗ്രഹം തരികയും ചെയ്യും. പക്ഷേ ജോഷുവയുടെ കാലം, മോസസിൻ്റെ കാലം കഴിയുമ്പോൾ പിന്നെ ജോഷുവയാണ്. ജോഷുവയുടെ ഡ്യൂട്ടി മോസസിനേക്കാൾ കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടിയാണ്. കാര്യം എന്താണ്? ജോർദാൻ കടക്കണം, ഇവിടെ ഇവരെ ഫിൽട്ടർ ചെയ്യണം. ജോർദാൻ കടക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരില്ലേ, പല വെള്ളത്തെ കാല് കുത്തുന്ന വിശ്വാസത്തിൻ്റെ അപാചയമുള്ള ആൾക്കാരെ ഫിൽട്ടർ ചെയ്ത് കളയണം. അത് ഭയങ്കര സീരിയസ് ഈ വിഷയമാണ്. ജോഷുവ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മോസസ് ഫിൽട്ടർ ചെയ്തായിരുന്നു. സിനാ മലമുകളിലും താഴെ ഇറങ്ങുമ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ നിൽക്കാത്തവരെ രണ്ടായിട്ട് ഫിൽട്ടർ ചെയ്യും. ഇതുപോലെ ഓരോ സമയത്തും ദൈവം ഓരോരോ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഫിൽട്ടറിങ് ഉണ്ടാകും. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഫിൽട്ടറിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലവലാതി മനുഷ്യർ, ദൈവത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ കൂടെ വരും. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി അവരുടെ വർത്തമാനങ്ങൾ നമ്മളെ പിന്തിരിപ്പിച്ച് കളയും. അതുകൊണ്ട് മോസസ് പറയണം, അങ്ങനെ പിന്തിരിപ്പന്മാർ നോക്കിയിട്ട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്, നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ ആചരിച്ച വിഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. എല്ലാവരും പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ ആരാധിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഭിഷേകം ഉണ്ടാകും. നിലപാടാണത്. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക ഇന്നു തന്നെ തീരുമാനിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഫിൽട്ടറിംഗ് ആണിത്. മോസസ് ഇങ്ങനെ ഫിൽട്ടറിംഗ് നടത്താതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതം തന്നെ ഇതുപോലെ ഹരിച്ചരിച്ചാണ് പോണത്. പല താല്പര്യങ്ങളും നമുക്കുണ്ടാകും, ദൈവത്തിന് നിരക്കാത്തതാകും. ചിലപ്പോൾ നമ്മൾ വെറുത്തുപേക്ഷിക്കേണ്ടി വരും. മുൻപുകാലത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം അതാണ്. ദൈവത്തിന് നിരക്കാത്തതിനെ വെറുത്തുപേക്ഷിക്കണം. അപ്പം ദൈവത്തിന് നിരക്കാത്ത വ്യക്തികളുണ്ടാകും, ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്കാരുണ്ടാകും, ദൈവത്തിന് നിരക്കാത്ത പെരുമാറ്റ ദോഷങ്ങളുണ്ടാകും. ഇവയെ വിടണം. നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ വലിയ കാര്യമെന്ന് കരുതി
ആചരിച്ചിരുന്നതിനെ, അതാണ് നിങ്ങൾക്ക് അതോ അങ്ങനെ തന്നെ ജീവിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. വാഗ്ദാന നാട്ടിലേക്ക് എത്തുന്നതിന് ജോഷുവാനെ സഹായിച്ച ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു നിലപാടാണ്. നോയമ്പ് കാലത്ത് വാഗ്ദാന നാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ദൈവം തിരക്കാത്തതിൽ ഉപേക്ഷിക്കാനുള്ള ധൈര്യം വേണം. ആ ധൈര്യത്തിനാണ് ജോഷുവയുടെ കർത്താവ് പറയണത്, ധൈര്യം വേണം കേട്ടോ, ഐ വിൽ ഗീവ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. അതാണ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗീവൺ. അതിനർത്ഥം ജോഷുവ 1:9 എടുത്തു, ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും. ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടു പോവല്ല, ഭയപ്പെടുമല്ലോ, പരിഭ്രമിക്കുമല്ലോ. പരിഭ്രമിക്കുക ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വേറെവർ യു ഗോ, നീ കാട്ടിപ്പോയാലും കടലിൽ പോയാലും ഞാൻ നിന്നെ കൈവിടാതെ കൂടെ നിൽക്കും. അപ്പം ദൈവത്തിനെ ഒപ്പിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സംലഭ്യമാകും. നോൻപുകാലം ദൈവത്തിന് നിരക്കാത്ത വ്യക്തികളെയും വിഷയങ്ങളെയും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പക്ഷം ചേരുന്നത്, അവർക്കാണ് ദൈവം ജോഷുവയെ പോലെ ധൈര്യവും ശക്തിയും നൽകുന്നത്. ആ ശക്തി എൻ്റെ സഹോദരന് ലഭിക്കട്ടെ. അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എന്നെ ഈ അൽത്താരയിൽ നിർത്തി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിൽ. ഞാൻ 2023 ജൂൺ 21 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെയാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് 1 മാസം മുമ്പേ അവളെനിക്ക് ഉടമ്പടി പുസ്തകം തന്നിരുന്നു. നീ ഇത് വായിക്ക്, അമ്മേനെ മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞാണ് തന്നത്. അന്ന് മുതൽ ഞാനത് ഉടമ്പടി പുസ്തകം വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഉടമ്പടിയൊക്കെ എടുക്കണേക്ക് മുമ്പ് ഒരു കിണർ താത്തിയിരുന്നു. പക്ഷേ അതിനകത്ത് പാറയാണ് കണ്ടത്, വെള്ളം കണ്ടില്ല. പിന്നെ ഞങ്ങളത് ഉപേക്ഷിച്ചു. മഴക്കാലത്ത് വെള്ളം കിട്ടും, വേനൽക്കാലത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നതിന് ശേഷം, ഉടമ്പടിക്ക് ശേഷം ഒരു കുഴൽക്കിണർ താത്താന്നും പറഞ്ഞ് താത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വെള്ളം കിട്ടുന്നതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിൽ അന്നേരം ഉടമ്പടി എടുത്ത കാരണം നമ്മുടെ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു, വിശുദ്ധ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പണിക്കാർ കുറേ പേര് വന്ന് കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കാകെ വെപ്രാളമായി. ഇത് ഞാനിട്ട അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഒരു പാപം ചെയ്തു. അവരുടെ കയ്യിലേക്ക് ഞാൻ ആ ഉപ്പ് കൊടുത്തു ഇടാൻ പറഞ്ഞ്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിണർ താത്തി അവർ കുഴിച്ചിട്ടും ഒരു തുള്ളി പോലും വെള്ളം കിട്ടിയില്ല. പാറപ്പൊടി മാത്രമാണ് കണ്ടത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനും ഞാനും വിഷമമായി. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിലേക്ക് കയറി വരണ്ട്, നീ ചെയ്ത് തെറ്റാണെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഉപ്പ് കൊടുത്തത് തെറ്റായിപ്പോയി. ഉടമ്പടി എടുത്താൽ ഞാൻ തന്നെ ചെയ്യേണ്ടത്, ഞാനത് വേറെ ഒരാളുടെ കയ്യിൽ കൈമാറാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ചെയ്തപ്പോൾ തെറ്റായി പോയി ചേട്ടാ, വൈകുന്നേരമായി. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇനി ഉപ്പിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആ ഉപ്പ്, ചേട്ടൻ എനിക്ക് ടോർച്ചും കൊണ്ട് അടിച്ച് തന്നു കുഴൽക്കിണറിൻ്റെ അകത്തേക്ക്. ഞാൻ ഉപ്പിട്ടു, വൈകുന്നേരം ഇട്ടു, പിറ്റേ ദിവസം രാവിലെ അത് തന്നെ ആവർത്തിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഉപ്പിട്ടത്. വൈകുന്നേരം ഉപ്പിട്ടു. 3-ാം ദിവസം രാവിലെ ആയി ഉപ്പിട്ടിപ്പോൾ ആ ഉപ്പ് ആ കിണറ്റിലേക്ക് ഇട്ടിപ്പോൾ ഈ വെള്ളത്തിലേക്ക് കല്ല് ചാടുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. അപ്പം എനിക്ക് സംശയമായി. ഞാൻ പിന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പിന്നെ ഉപ്പിട്ടു, പിന്നെ ആ സൗണ്ട് തന്നെ. വൈകുന്നേരമായി ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ കിണറ്റിൽ അമ്മ വെള്ളം തന്നു, സൗണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി. ചേട്ടൻ ടോർച്ച് അടിച്ച് തന്നു. ഞാൻ ആ ഉപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ കിണറ്റിലേക്ക് ടോർച്ച് അടിച്ച് നോക്കാൻ പറഞ്ഞപ്പം 30 അടി താഴ്ച വരെയാണ് PVC പൈപ്പ് ഉണ്ടായിരുന്നത്. ആ 30 അടി താഴ്ചയിൽ വെള്ളം വന്ന് നിരന്ന് നിൽക്കണയാണ് ഞങ്ങൾ കണ്ടത്. ടോർച്ച് അടിച്ച് നോക്കിയപ്പം അത് അമ്മ തന്നതാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. ഇന്നും കിണറ്റിൽ വെള്ളമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ആവശ്യത്തിന് രാവിലെ വൈകുന്നേരം ഒക്കെ വെള്ളം കിട്ടും. ഒരുപാട് നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും. പിന്നെ ഞാൻ 23 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗം വച്ചതിൽ ഒരു നിയോഗം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ
എനിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, എനിക്ക് അമ്മ ഒരു ഗവൺമെൻറ് ജോലി തന്ന് അനുഗ്രഹിക്കണം, ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സാക്ഷി ഓരോരുത്തർ പറയുമ്പോൾ ഞാനിത് ആവർത്തിക്കും, അമ്മ എനിക്ക് ജോലി തന്നില്ലാട്ടോ, എനിക്ക് ജോലി തന്നില്ലാട്ടോ എന്ന് പറയും. എന്നാലും പരാതിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അമ്മ എനിക്ക് ഇന്നലെ ഒരു ഗവൺമെൻറ് ജോലി തന്ന് അനുഗ്രഹിച്ചു. അതിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. എനിക്ക് മിനിങ്ങാന്നാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയത്. അന്ന് ഉച്ചയ്ക്ക് അവർ ജോയിൻ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ മക്കൾക്ക് അവധിയില്ലാത്ത കാരണം അവർ പറഞ്ഞു, അമ്മേ ശനിയാഴ്ച പോവാം, നാളെ പോവാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ഇന്നലെ ഞാൻ ചെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു തൃപ്പൂണിത്തറ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എനിക്കിവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് കയറണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലാത്ത കാരണം ഞാൻ പോയി. ഞാൻ ഇന്നലെ ചെന്ന് ജോയിൻ ചെയ്തു. ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഇന്ന് ഓഫീസൊന്നും ഇല്ല, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വന്നു. ഞാൻ വൈകുന്നേരം ഉടമ്പടി പുസ്തകം എടുത്ത് വച്ച് നോക്കിയപ്പോൾ ഇന്നലെ 21-ാം തീയതിയാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തേക്കണതും 21-ാം തീയതി ജൂൺ 2023. അപ്പം എനിക്ക് ഉറപ്പായി അമ്മ എനിക്ക് തന്ന ഇന്നലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ നോക്കി എനിക്ക് ജോലി തന്നതാണെന്ന് എനിക്ക് ഉറപ്പായി. അമ്മ തന്നെയാണ് എനിക്ക് തിരുകുമാരനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി തന്നത്. പിന്നെ എൻ്റെ മകളുടെ കല്യാണം നടത്തുവാൻ ഞാൻ ഓർത്തിരുന്നു. അവൾക്ക് 25 വയസ്സായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മകളുടെ കല്യാണം നടത്തണം, എൻ്റെ കയ്യിൽ ആകെ കുറച്ച് പൈസയേ ഉള്ളൂ, അമ്മ ആ പൈസയും കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ കല്യാണം നടക്കണം, എനിക്ക് നടത്തി തരണം, എനിക്ക് വേറെ ആരോടും പറയാനില്ല. അമ്മേ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ മകനോട് പറഞ്ഞ പോലെ ഞാൻ അമ്മയോട് പറയുകയാണ്, എനിക്ക് ഈ കല്യാണം നടത്തി തരണം. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ആ കല്യാണം ഭംഗിയായിട്ട് തന്നെ നടത്തി തന്നു. ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമോ ദുഃഖമോ ഞാൻ അറിഞ്ഞില്ല. സന്തോഷത്തോടെ ആ കല്യാണം നടന്നു. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടായിരുന്നോ കല്യാണം നടത്താൻ, ആ പൈസ അത്രയും എൻ്റെ കയ്യിൽ ബാലൻസ് വന്നു. അതാണ് അമ്മയോട് പറയാനുള്ള എനിക്കൊരു അനുഗ്രഹം എനിക്ക് തന്നത്. 1000 നന്ദിയുണ്ട്. ഇതൊക്കെയാണ് പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ എല്ലാ മാസവും വണ്ടി വിളിച്ചാണ് ഞാൻ ആൾക്കാരെ കൊണ്ട് വരുന്നത്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, കൂട്ടായ്മയായിട്ടാണ് വരുന്നത്. ജപമാല റാലിക്ക് പങ്കെടുക്കാറുണ്ട്. ഞാനിവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ബുധനാഴ്ച തോറും ഉപവാസം എടുക്കാറുണ്ട്. അപ്പം ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസമാണ് ഞാൻ ഈ പത്രവും കൊണ്ട് പോകുന്നത്. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറയും, ബിന്ദു വെള്ളം കുടിച്ചോ, നീ ഒന്നും കഴിക്കാതെ നീ ഇങ്ങനെ നടക്കണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ ഒരു തുള്ളി വേളം പോലും വെള്ളം കഴിക്കാറില്ല. ഒരു 3 മണി 3:30 വരെ ഞാൻ ആ പത്രവും കൊണ്ട് നടക്കും. ഞാൻ പറയും, അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കണേ അമ്മയെന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത്. അത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മേനെ അറിയാത്തവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാനൊരു ഹിന്ദുവാണ്, നിങ്ങൾ അമ്മയെ യേശുപ്പോഴും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, നിങ്ങൾക്ക് നല്ലത് വരും എന്നൊക്കെ ഞാൻ പറയും. എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഒരു പത്രം ഒരാൾ കയ്യെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയും, മോള് തന്നതല്ലേ, ആ പത്രോടും തന്നേരം. ഞാൻ പറഞ്ഞു, ചേച്ചി ഈ മാസം എല്ലാം ഒരു പത്രം തന്നെയാണ്, ആ പത്രം എനിക്ക് തിരിച്ച് തന്നേരെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് മേടിക്കും. അത് കിട്ടാത്തവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ കൊണ്ടുപോകും. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന എല്ലാ മാസവും ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഞാൻ പറയും, ചേട്ടാ ആദ്യം പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റി വയ്ക്കാം എന്നും പറഞ്ഞ് അത് സന്തോഷത്തോടെ എൻ്റെ കയ്യിൽ തരും. ഞാൻ അപ്പം തന്നെ ആ പൈസ മാറ്റി വയ്ക്കും. അനാഥാലയങ്ങളുണ്ട് അടുത്ത്, 3-4 സ്ഥലത്തുണ്ട്. അവർക്ക് ഞാൻ ഭക്ഷണം വച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നവരും എൻ്റെ കൂടെ കൂടാറുണ്ട്. അപ്പോൾ അവർ പറയും, ബിന്ദു കാറ്ററിങ്ങിൽ നിന്ന് വരുത്തി കൊടുക്കാം ഭക്ഷണം എന്ന് പറയും. ഞാൻ പറയും, വേണ്ട, നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം, എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം, കാറ്ററിങ്ങിൽ നിന്ന് മേടിക്കണ്ടെന്ന് ഞാൻ പറയും. അപ്പം ഞാൻ അങ്ങനെ അവർക്ക് വച്ചു കൊടുക്കാറുണ്ട്, പൈസയായിട്ട് സഹായിക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും ഞാൻ കുമ്പസാരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അമ്മോട് പറയും, അമ്മേ ഞാൻ ഉപവാസം എടുക്കുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ഇവിടെ കുമ്പസാരിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കത് സാധിക്കാത്ത കാരണം ഞാൻ ഈ ഉപവാസം എടുത്താട്ടോ അമ്മേ എൻ്റെ പാവങ്ങളെല്ലാം പൊറുക്കണേ അമ്മേ, ഞാൻ അറിയാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കണേ എന്ന് പറഞ്ഞാണ്
ഞാൻ ഈ പത്രവും കൊണ്ട് ഉപവാസവും എടുത്ത് നടക്കുന്നത്. പിന്നെ ഞാൻ ഈ അനാഥാലയങ്ങളിൽ എനിക്ക് സ്റ്റിച്ചിങ് അറിയാം. ഞാൻ അവർക്ക് തുണി ആരെങ്കിലും പറയും, ഇങ്ങനെ നിങ്ങൾ എനിക്ക് തുണി മേടിക്കാൻ പൈസ തരാമോ, അനാഥാലയത്തിലേക്ക് തയ്ച്ചു കൊടുക്കാനാന്ന് പറയും. അപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ പൈസ തരും. പിന്നെ ഓരോ കടകളിൽ കൂടെ പോയാൽ ചോദിക്കും, എനിക്കിങ്ങനെ തുണി തരാമോ, തയ്ച്ചു കൊടുക്കാനാന്ന് പറയും. അപ്പോൾ അവരൊക്കെ എനിക്ക് പൈസ തരും. ഞാൻ ആ പൈസയും കൊണ്ട് തുണി മേടിച്ച് വൃദ്ധസാധനത്തിൽ അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം ഞാൻ തയ്ച്ചു കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കും, ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്, കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഇനി എനിക്ക് ഇവിടെ വന്ന് ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അമ്മ അനുഗ്രഹിക്കുമെന്ന് എനിക്ക്. ഫാത്തിമ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ ഉമ്മയുടെ പേര് നസീമ. ഞാൻ 2022 ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ എക്സാമിൻ്റെ കാര്യങ്ങളും അതൊക്കെയാണ് അതും 6 നിയോഗങ്ങൾ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായിരുന്നു. എൻ്റെ വീട്ടിൽ 2 മരങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കര നമ്മൾ വന്ന സമയം തൊട്ടേ ഉള്ളതാണ്. അത് വസ്തു ഉള്ള സമയത്തും ആൾക്കാർ അത് മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ട് അന്നും പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ വന്ന് കുറേ നാളായപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് വലുതായി. ലൈൻ കമ്പിയിലും എല്ലാം കിടക്കുന്നത്. പിന്നെ ആൾക്കാരുടെ ഭയങ്കര കരിയില വീഴുന്നു. അങ്ങനെയാണ് കാറ്റ് വന്നിരുന്ന നമ്മളെ വീട്ടിലോട്ട് വന്ന് വീഴും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അയൽക്കാരുടെ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഒരുപാട് മരം വെട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് കണക്ക് വന്ന് നോക്കൂ ഇതാണൊക്കെയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് വന്ന് വന്നിട്ട് പറഞ്ഞ് നിങ്ങളിപ്പോൾ മരം മുറിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഷെയ്ഡും പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഈ മതിലിന് എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ അയൽക്കാരുടെ വീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പോട്ടെന്ന് വിറഞ്ഞു നിന്ന്. അതിന് ശേഷം വീണ്ടും നമ്മളെ മാമയൊക്കെ ഒരുപാട് പേര് ആൾക്കാരെ കൊണ്ടുവന്ന് അവരിങ്ങനെ വന്നിട്ട് പറയും, ഇത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടമൊന്നും പറ്റത്തില്ല, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയാൽ നിങ്ങൾ സഹിച്ചോണം, അങ്ങനെ രീതിയിലൊക്കെ അവർ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ മരം മുറിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മതിൽ അല്ലെങ്കിൽ അപ്പുറത്തവരുടെ വീട് ഒക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരും, അതിനേക്കാളും നല്ലത് അങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഭയങ്കര സങ്കടം. മഴയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ആടി ഒലഞ്ഞ് ഒരുമാതിരി ആവും. അങ്ങനെ നമ്മൾ എപ്പോഴും ഉടമ്പടി വന്ന സമയം തൊട്ടേ നമ്മളിങ്ങനെ പുതുക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ റീ ആയിട്ട് വെച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മാതാവേ കണക്ക് എങ്ങനെയെങ്കിലും മരങ്ങളൊന്നും മുറിച്ച് മാറ്റണേ എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഈ ജാനുവരി 2026 ജാനുവരി 3 ഡിസംബർ 2025 ഡിസംബർ 28 ആയപ്പോഴത്തേക്ക് അപ്പുറത്ത് വീട്ടിൽ പുതിയ താമസക്കാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇത് കണക്ക് ഈ മരം ഇങ്ങനെ നിൽക്കുന്നല്ല, മരം മുറിക്കാൻ നിങ്ങൾ നോക്കുന്നില്ലേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് കണക്ക് ഒരുപാട് പേര് വന്ന് പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അവരൊക്കെ ഇങ്ങനെ പറയുന്നത് കണക്ക് ഭയങ്കര അപകടങ്ങളുണ്ടാവും, പിന്നെ അവർ വരുന്നവരെല്ലാം ചോദിക്കുന്ന 20,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപ ഒക്കെ കൊടുത്താലേ ഇത് മരം മുറിച്ച് മാറ്റത്തോളൂ. എന്നാൽ അവരൊരു ഇത് പറയുന്നില്ല, ഒരു അപകടം കൂടാതെ ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നുള്ള രീതിയിലൊന്നും അവർ പറയുന്നില്ല. എന്നിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ കാക്ക പറഞ്ഞ് എൻ്റെ കയ്യിലൊരാളുണ്ട്, ഞാൻ അവരുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേന്ന് വന്ന് അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ നാളെ വന്ന് ഞങ്ങൾ മുറിക്കും എന്നിങ്ങനെ പറഞ്ഞു. പൈസയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് ചോദിച്ചില്ല. എന്നിട്ട് ഞാനത് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് ഇത് കണക്ക് കുറേ പേര് വന്ന് നോക്കിയിട്ട് പോയതാ, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപകടങ്ങളുണ്ടാവും, മതിലിടിഞ്ഞ് വീഴും, നമ്മളെ വീട് ഇടിഞ്ഞു വീഴും എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞങ്ങൾ നല്ല പോലെ മുറിച്ച് തരും, നിങ്ങൾക്ക് നാളെ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓ ശരി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാൽ വേഗം KCB ചെന്ന് ലൈനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ലൈൻ ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോളാൻ പറഞ്ഞു. ഞാനും അതോടൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഉമ്മ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് നടക്കുമോ? അപ്പോൾ ഉമ്മ പറഞ്ഞു നടന്നു കഴിഞ്ഞ് നമ്മൾ എന്തായാലും നമ്മൾ സാക്ഷ്യം പറയാൻ പോകും, ഇത് മാതാവ് കൊണ്ട് തന്നെയായിരിക്കും, നമുക്കത് എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അങ്ങനെ ഇവർ 31-ാം തീയതി ഡിസംബർ 30-ാം തീയതി വന്നു. അപ്പം അവർക്ക് വേറെ എന്തോ ഇഷ്യൂ കാര്യങ്ങളായപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വന്ന് 3-ാം തീയതി ന്യൂ ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ന്യൂ ഇയർ ഒക്കെ കഴിയട്ടെ നമ്മൾ 3-ാം തീയതി വന്ന് മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം തീയതി രാത്രി 2-ാം തീയതി രാത്രിയൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, അയ്യോ എങ്ങനെയായിരിക്കും, ഇനി എന്തെങ്കിലും അപകടങ്ങൾ വരുമോ, അങ്ങനെ നമ്മളെ വീടിന് എന്തെങ്കിലും പറ്റിയാലും നാട്ടുകാരുടെ മീൻസ് അയൽവാസിൻ്റെ കാര്യം അവരുടെ ഒന്ന് വരരുതല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര പേടിയായിരുന്നു. ഒന്ന് വരല്ലേ, ഇപ്പം നമ്മൾ ഇങ്ങനെ പറയായിരുന്നു നമ്മളെ അതിലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല, അപ്പുറത്തും ആർക്കൊന്നും ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അമ്മ പ്രാർത്ഥിക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ സായന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാം ശരിയാക്കി തരണേന്ന്.
പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ ചെന്ന് ഉപ്പിട്ട് 2 മരത്തിൻ്റെ താഴെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശും വരച്ച് അതിന് ശേഷമാണ് ആൾക്കാർ വന്നത്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ആൾക്കാർ വന്നത്. ആൾക്കാർ വന്ന് പെട്ടെന്ന് മേളിൽ കയറുന്നു, മരം മുറിക്കുന്നു, കൊമ്പുകൾ അറുത്തിടുന്നു. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, ഇതാണൊക്കെ അവർ പറഞ്ഞ ആൾക്കാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞിട്ടും അവരൊക്കെ അത് ലൈൻ പോലെ ലോഫ് ചെയ്യാതെ തന്നെ അവർ ഓരോരുത്തരും മേളിൽ കയറുന്നു, കൊമ്പുകളെല്ലാം ഇതാക്കിയിട്ട് മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് മരം നിർത്തിയിരിക്കുക. എന്നിട്ട് പറഞ്ഞാൽ ഇനി ബാക്കി നമ്മൾ കാപ്പി പിടിച്ചിട്ട് വന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചെന്നിട്ട് നോക്കാൻ നേരത്ത് മരം പകുതി മുക്കാലും മുറിച്ച് കഴിഞ്ഞ്, പിന്നെ ഇനി വലുതായിട്ട് ഇനി അവർ കെട്ടി ഇറക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു പകുതിയും തീർന്നു കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞാൽ അത് എല്ലാം മാതാവിൻ്റെ കൃപയില. ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ഒരു ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇല്ല KCB-കാർ വന്ന് ലൈനൊക്കെ ഓഫാക്കി തന്ന് അങ്ങനെ നമ്മളെ മാവ് മൊത്തം മുറിച്ച് പകുതിയാക്കി പറങ്കാവോട്ട് മുറിക്കാനായിട്ട് പോകും അവർ. അതിന് പറങ്കാവ് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇച്ചിരിയും കൂടെ വൈകിട്ടായി, ഒരു 5 മണിയോളമായി. അപ്പോൾ അവർക്ക് 6:30 ആകുമ്പോഴത്തേക്ക് ഇത് ലൈനൊക്കെ ഇടണം, അതുകൊണ്ട് വേഗം മുറിക്കണം എന്ന് പറഞ്ഞ് KCB-ന്ന് ആൾ വന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് എല്ലാവരും വെപ്രാളത്തിൽ നീളം കൂട്ടി മുറിച്ച സമയത്ത് ഇയാളുടെ കയ്യിൽ നിൽക്കാതെ ഈ മരത്തിന് വലിയ കൊമ്പ് വന്ന് വീണത് കറങ്ങി തിരിഞ്ഞപ്പോൾ നമുക്കറിയാം അത് വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് നമ്മൾ ഷെയ്ഡിലിടിക്കും. ഷെയ്ഡ് ഒന്നെങ്കിൽ ഇടിഞ്ഞ് മൊത്തത്തിൽ പോകും, അല്ലെങ്കിൽ ആ മരത്തിലാണ് ഇടിക്കുന്നെങ്കിൽ ആ മരത്തിലിരിക്കുന്ന ആളും താഴെ നിൽക്കുന്ന ആളുടെ ദേഹത്ത് വന്ന് വീഴും, അതിനകത്ത് ആരെങ്കിലും ഒരാൾ മരിക്കും. ആ ഒരു രീതിയിലായിരുന്നു. അതിന് ഞാൻ നോക്കാൻ നേരത്ത് ഉമ്മ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഈ മരം ആ ശിഖരം നേരെ വന്ന് നമ്മളെ പ്ലാവിനകത്തല്ലേ ആരോ കൊണ്ടുവന്ന് തട്ടിക്കുന്ന രീതിയിൽ എന്നിട്ട് അതിനകത്ത് ഒരുപാട് ചക്കകൾ നിൽപ്പുണ്ടായിരുന്നു. അത് വലിയ വലിയ ചക്കകൾ. അതിനകത്തുനിന്ന് ഒരു ചക്ക അത്രയും ഫോഴ്സിന് ആ മരം വന്ന് വീണേണ്ട ആ ചക്ക ആ ഒരു വലിയ ചക്ക വന്ന് നേരെ ഉമ്മ നിൽക്കുന്നതിൻ്റെ നേരെ വരുമായിരുന്നു. അങ്ങ് ദൂരെയാണ് ആ പ്ലാവ് നിൽക്കുന്നത്. ഉമ്മ ഇച്ചിരി നല്ല ദൂരെയാണ് നിൽക്കണം. അവിടുന്ന് ആ ചക്ക ഉരുണ്ട് വന്ന് ഉമ്മ നിൽക്കുന്നതിന് അടുത്തോട്ട് ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ ഉമ്മാടതല്ലേ ആരോ പറഞ്ഞ് മാറ്റുന്ന രീതിയിൽ ഉമ്മ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറിയതും അത് ജസ്റ്റ് ഉമ്മ നിന്ന് ആ ഭാഗത്ത് തന്നെ വന്ന് ചക്ക ഇടിച്ച്, എന്നിട്ട് അവിടുത്തെ മതിൽ മൊത്തം പൊട്ടിപ്പോയി. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ അനുഗ്രഹമുണ്ട്, ഇത്രയും കുഴപ്പങ്ങളൊന്നും വന്നില്ല, നിങ്ങളിപ്പോൾ മരിച്ചു പോകേണ്ടായിരുന്നു, ഇപ്പോൾ ആ വലിയ ചക്ക നെഞ്ചത്ത് വീണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എന്തോ സംഭവിച്ചാന്, മരമുറിയോ ഒന്നും നടക്കത്തില്ലായിരുന്നു, നിങ്ങളിപ്പോൾ ഇവിടെ ഒരു മരണം തന്നെ സംഭവിച്ചായിരുന്നു പറഞ്ഞാൽ അത്രയ്ക്കും വലിയ ചക്ക അത്രയ്ക്കും ഫോഴ്സിനാണ് വന്നത്. അത് വെച്ചാൽ അവിടെ നിന്ന് മതിൽ മൊത്തത്തിൽ ആ റൗണ്ടിൽ അത്ര ആ ചക്കയുടെ വലുപ്പത്തിൽ തന്നെ പൊട്ടിപ്പോയി. അങ്ങനെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തോ അനുഗ്രഹമുണ്ട്. ഒന്നാമത് തന്നെ ഈ മരം ഇത്രയും ഇതായിട്ട് നിന്നിട്ട് പോലും നിങ്ങളെ ഇത് കണക്ക് ആൾക്കാർ വന്ന് പെട്ടെന്നത് മരം മുറിക്കുന്ന അതൊക്കെ എന്തോ ഭാഗ്യം തന്നെ നിങ്ങളെന്ന് പറയും. അതെല്ലാം നമ്മളെ മാതാവിൻ്റെ മധ്യസ്ഥ നിന്ന് കർത്താവ് ചെയ്തു തന്നെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഇത്രയും നാൾ ഈ 14 വർഷമായിട്ട് ഇത്രയും ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോലും ഇതുവരെ അതിന് ഒന്ന് ചെയ്യാൻ ആരൊരാൾ പോസിറ്റീവ് പറഞ്ഞിട്ടില്ല. വരുന്നവരെല്ലാം 15, 16 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ പൂവ് പറിച്ച് കളയുന്ന രീതിയിലാണ് 2 മരങ്ങൾ മുറിച്ച് തന്നത്. അത് കഴിഞ്ഞിട്ട് അയൽക്കാരെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാത്തിനും വന്ന് നോക്കിയാൽ എവിടെയെങ്കിലും വന്ന് ഇടിച്ച് വീണ എവിടെയെങ്കിലും എന്തെങ്കിലും പൊട്ടിപ്പോയാൽ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വന്ന് ചോദിച്ചത്. നമ്മൾ പറഞ്ഞ് തറയൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയതേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ പറയുന്നത്, നിങ്ങൾ മരങ്ങൾ പെട്ടെന്ന് മുറിച്ചല്ലേ, നിങ്ങൾ ഒരു മതിൽ പോലെ ഇളക്കി മാറ്റേണ്ടല്ലായിരുന്നല്ലേ, എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് തന്നല്ലേ, നിങ്ങൾ എന്തോ അനുഗ്രഹമുള്ള ആൾക്കാരാന്നൊക്കെ ഇങ്ങനെ പറയും. നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളത് നടത്തിയതാ എന്നുള്ള രീതിയിൽ അത് നമ്മളിങ്ങനെ മനസ്സിൽ പറയും, അതാവേ ഞങ്ങളൊന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവേ. അത്രയ്ക്ക് വലിയ രീതിയിലാണ് നിന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അത് മാതാവിൻ്റെ കൃപയിലാണെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്കും ഇതിലാണ് നിന്നത്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ നമുക്ക് വീടിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ ലോണിന് ഒരുപാട് അപേക്ഷിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഒരുപാട് വട്ടം നമ്മൾ പഞ്ചായത്തിലൊക്കെ കയറി ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് കണക്ക് പറ്റത്തില്ല, ഇപ്പോഴങ്ങനെ സാങ്ഷൻ ഒന്നും പറയത്തില്ല, വെറും നിർദ്ധരായിട്ടുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രോഗങ്ങളുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ലോണിൻ്റെ കാര്യം ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ട് അങ്ങനെ നമ്മൾ വില്ലേജിൽ തന്നെ ഇതാക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോളാൻ പറഞ്ഞു. അത് നമ്മൾ ആപ്ലിക്കേഷൻ കൊണ്ട് ഇവിടെ കളക്ടറേറ്റിൽ കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് വേഴയുണ്ട്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതാണക്ക് ഞങ്ങളെ കട്ടളകളും കാര്യങ്ങളും ഒക്കെ പോയിരിക്കുക. അപ്പം പറഞ്ഞു ഇതിനേക്കാളും വലിയ കുറേ പേര് വന്നിട്ടുണ്ട്, എന്തായാലും ഇതിനകത്ത് നോക്കാം എന്നുള്ള രീതിയിൽ അവർ വെച്ച്. പക്ഷേ നമുക്ക് ഇത്രയും പേരിനകത്ത് 10 പേർക്കെങ്ങാണ്ടുള്ള ആ ലോൺ സാങ്ഷൻ ആവുന്നത്. അപ്പം നമുക്കതിനകത്ത് നിന്ന് അത് സാങ്ഷൻ ആവുകയും ചെയ്ത് നമുക്ക് ലോണിൻ്റെ പൈസ കിട്ടുകയും ചെയ്ത്. നമ്മളത് ഒട്ടും വിചാരിച്ച കാര്യമല്ല അത് കിട്ടുമെന്നുള്ള രീതിയിൽ.
പിന്നെ ഞാൻ നഴ്സിംഗ് പഠിച്ച് ഇപ്പം കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ നഴ്സിംഗിന് ഫസ്റ്റ് ഇയർ വരുന്ന സമയത്ത് ഇവിടെ വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ്സൊക്കെ മേടിച്ച് അതേ കണക്ക് കാശ് രൂപമൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാം ഹാളിലൊക്കെ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലെ പിള്ളേരൊക്കെ പറയും, നിനക്ക് ഇത്ര ഭയങ്കര വിശ്വാസമാണോ മാതാവിനെ? നമ്മൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അപ്പം പറഞ്ഞു, നിനക്ക് ഇത്ര വിശ്വാസമാണോ? ഞങ്ങൾക്ക് ഇല്ലാത്ത വിശ്വാസമാണല്ലേ നിനക്ക് എന്നിങ്ങനെ പറയും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഇങ്ങനെ കൃപാസന മാതാവിനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എക്സാമിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ചെയറിൻ്റെ താഴെയായിട്ട് കയ്യിൽ ഉപ്പ് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ മാതാവിനടുത്ത് മാതാവേ ഇന്ന് വരുന്ന മിസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം നീ ക്ലാസ് റൂമിൽ കാണിച്ചു തരണമെന്ന് പറയും. സൂക്ഷം പോലെ ഇപ്പം 4 എക്സാം ഉണ്ടെങ്കിൽ ആ 4 സമയത്ത് മിസ്മാർ വരുന്ന ഒരാൾ എന്തെങ്കിലും ചാര കളർ ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ നീലയായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ പച്ച സാരി ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഈ 4 ദിവസം അതേ കണക്കായിരുന്നു മിസ്മാർ വന്നപ്പോൾ സാരിയുടെ കളർ മാറി. അപ്പം നമ്മൾ വിചാരിക്കും അതണക്ക് മാതാവ് വന്നിട്ടുണ്ട്, നീല സാരി കാണുമ്പോൾ നമ്മൾ മാതാവ് വന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് പരീക്ഷ ആയപ്പോൾ സമയത്ത് എൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഹോളിൽ നിന്ന്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഫാത്തിമ ഇവരെല്ലാവരും ക്രിസ്ത്യാനികൾ, അവർ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നത്, നീ എന്തിനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന, നിനക്ക് ഇത്ര വിശ്വാസം? ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയും കാശുരൂപം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവിനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാതാവ്. അപ്പം പറഞ്ഞു, ഓ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കൂടെ ഉള്ളതാണൊക്കെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ ഇത് എപ്പോഴും കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ ഇങ്ങനെ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം നോക്കിയാൽ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും പാസ്സാവുമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും പാസ്സായി, നമ്മളെല്ലാവരും. അത് ഭയങ്കര ഇതായിരുന്നു. അപ്പം നമ്മൾ അതിന് ശേഷം മാർക്ക് ലിസ്റ്റ് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് മാഡം എൻ്റെ അടുത്ത് വെച്ചത്, നീ അന്ന് പറഞ്ഞ സത്യമായിരുന്നല്ലേ, നിങ്ങൾ ക്ലാസ്സിലെ എല്ലാവരും പാസ്സായല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ അതിനായിരുന്നു ഉപ്പിട്ട് പ്രാർത്ഥിച്ചതും, എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കൈയൊക്കെ വിറയ്ക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ കാശുരൂപം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് വന്ന് ബസ്സിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കാശുരൂപം ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്, മാതാവേ പാവം മേഡം ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇറങ്ങിയ ഉടനെ സ്പോട്ടിൽ കുറേ ചാര കളർ പ്രാവ് ഇങ്ങനെ പറഞ്ഞു. എപ്പോഴും എനിക്ക് മനസ്സിലായി മാതാവ് ഇവിടെ ഉണ്ട്, അപ്പോൾ എനിക്ക് കുഴപ്പമേ ഇല്ല. എന്നിട്ട് എനിക്കൊരു വീട് കിട്ടി. ആ വീടിൻ്റെ അകത്ത് മൊത്തം കൃപാസന മാതാവിൻ്റെ പടവും, അങ്ങനെ അവർ ഭയങ്കരമായിട്ട് മാതാവിന് ഭയങ്കര വിശ്വാസം. അപ്പം ഞാൻ കാശുരൂപത്തിൻ്റെ മറ്റേ കൊന്ത ഇങ്ങനെ വെച്ച് അതിനകത്ത് കാശുരൂപം കണ്ടപ്പോഴത്തേക്ക് ആ അമ്മച്ചി ചോദിച്ച്, ഇത് മോള് ക്രിസ്ത്യാനി ആയിരുന്നല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനി അല്ല, ഞാൻ മുസ്ലിമാണ്. പക്ഷെ കണ്ടാൽ തോന്നുന്നില്ല, നിന്നെ കണ്ട ക്രിസ്ത്യാനിയായിട്ടേ തോന്നത്തോളം എന്ന് പറഞ്ഞു. ആ വീട് മൊത്തം അവിടെ എവിടെ എല്ലാം നോക്കിയാലും മാതാവിൻ്റെ ഫോട്ടോകളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, അതാവുണ്ട് ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല. അത് കണക്ക് തന്നെ മേഡം ഭയങ്കര ചൂടത്തി മേഡമായിരുന്നു വന്നത്, എക്സ്റ്റേണൽ മേഡം. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് മാത്രം ആ മേഡം ഞാൻ ചെയ്ത പ്രൊസീജിയറിന് ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാണിച്ചു. പക്ഷേ അതെനിക്ക് മനസ്സിലായി ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ അതൊന്നും അവർ മൈൻഡ് ചെയ്യാതെ അവർ വേറെ എന്തൊക്കെയോ കോള് വന്ന് പെട്ടെന്ന് അവരങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ ഇൻ്റേണൽ മേഡം പറഞ്ഞു, നീ ചെയ്തത് മതി, അവർ കണ്ട് മതി എന്ന് പറഞ്ഞു. കാരണം ഞാൻ അധികം ഒന്നും ചെയ്തില്ല, ഞാൻ അത്രയ്ക്ക് പേടിച്ചാണ് നിന്നത്. അവർ ഞാൻ ഇങ്ങനെ വിചാരിക്കാം, മാതാവ് എന്തായാലും അത് ഞാൻ ചെയ്തത് തെറ്റങ്ങളും കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ തീർന്നേനെ. അങ്ങനെ എനിക്കത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. മാതാവ് എൻ്റെ കൂടെ ഉള്ള രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഉമ്മ ഇവിടെ എപ്പോൾ വന്നാലും ഒരു 300 രൂപയ്ക്കോ 500 രൂപയ്ക്കോ പത്രം മേടിച്ച് ഉമ്മ ആണെങ്കിൽ വീട് തോറും പത്രങ്ങൾ കൊടുത്ത് ആളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കണക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം, മാതാവ് ഭയങ്കര അത്ഭുതമുള്ള മാതാവാന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച് പത്രങ്ങൾ കൊടുക്കും. നമ്മൾ പ്രേക്ഷക പ്രവർത്തനം അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ ടോക്ക് എപ്പോഴും ഉമ്മ ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. അതെല്ലാം കണ്ട് ഷെയർ ചെയ്തു, നമ്മൾ കുറേ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഫുഡ് ആദ്യമേ നമ്മൾ വീട്ടിൽ നിന്ന് കൊല്ലത്ത് കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ആയിരുന്നു നമ്മൾ വിതരണം ചെയ്യുന്നത്. പിന്നെ എനിക്ക് കോളേജിലൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ലീവൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സ്നേഹ അലമാര എന്ന് പറയുന്ന ഒരു ഫുഡൊക്കെ കൊണ്ടുവെക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് എല്ലാ മാസവും ഫുഡ് കൊണ്ടുവെക്കും. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പിന്നെ ചാരിറ്റബിൾ ഉണ്ട്, നമ്മൾ മയ്യനാട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മളെ ഇന്ന് മിച്ചം പിടിക്കുന്ന പൈസ നമ്മൾ ഇതാക്കി വെച്ചിട്ട് നമ്മൾ വർഷം തോറും അവിടെ നമ്മൾ പൈസ കൊടുക്കും, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കും. പിന്നെ എല്ലാ മാതാവിൻ്റെ മധ്യസ്ഥയിൽ തിരുക്കുമാരൻ ചെയ്തതാണ് ഇപ്പോൾ 100% അതിനേക്കാളും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
ഇനി ഈ അൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. 1000 നന്ദി മാതാവിനും കർത്താവിനും. എൻ്റെ മാതാവിനും എൻ്റെ സ്ത്രീകുമാരനും 1000 എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കൊരുപാട് കാര്യം എൻ്റെ മാതാവ് തിരുമാരനോട് സാധിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ മോള് പറഞ്ഞതൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ ഒരുപാട്. ഞാൻ മാതാവിനെയും കർത്താവിനെയൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് 23 വർഷമായി. പിന്നെ ഇവിടെ ഉടമ്പടിയുടെ അപ്പോൾ 6-7 വർഷമായി. അങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് നല്ല വിശ്വാസവും ഉറപ്പും എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ മാതാവ് എന്നെ കൈവിടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഏത് സമയം ഇനിയും വന്ന് ഞാൻ സാക്ഷ്യം പറയും. ഇപ്പം ഞാൻ വീണ്ടും 6 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നടത്തി തന്ന എൻ്റെ മാതാവിന് ഞാൻ വന്ന് സാക്ഷ്യം പറയും. എല്ലാം ചെയ്യും, കാരുണ്യപ്രവർത്തനവും എല്ലാം ഞാൻ ചെയ്യും. പത്രവും കൊണ്ട് ഇപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പത്രം കൊണ്ട് കൊടുക്കുകയും തിരുകുമാരനും മാതാവിനും ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ പരിശുദ്ധ അൾത്താരയിൽ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വന്നിക്കുവാൻ പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ദൈവപിതാവും ഒരുക്കി തന്ന വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജിജി, എൻ്റെ ഹസ്ബൻഡ് ജിജോ, ഞങ്ങളുടെ കുഞ്ഞ് ഡോറിയ മറിയം ജിജോ. ഞങ്ങൾക്ക് 12 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. IVF, ഫ്രഷ് എഗ് ട്രാൻസ്ഫർ, ഫ്രോസൺ എഗ് ട്രാൻസ്ഫർ, IUI ഒക്കെ ചെയ്തതാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത്, ഞാൻ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്, അവളൊരു ഹിന്ദുവാണ്. അവൾ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അവളെന്നോട് പറഞ്ഞു, ഞാൻ നാളെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബുകളിലൂടെ ഒക്കെ ഇത് സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനമൊക്കെ യൂട്യൂബുകളിൽ കൂടെ കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം 3-4 ധ്യാനമൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. ആ ഇരിക്കുന്നിടത്ത് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഡോക്ടറിനെ കാണാൻ വന്നു. ഞാൻ ശരിക്കും വന്നത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടി വന്നതാണ്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 2 മാസം കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കണം. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇത് കോൺട്രാസെപ്റ്റീവ് മെഡിസിനാണ്, ട്രൈ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്താണ്, എൻ്റെ മാതാവിന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ഡോക്ടറിനോട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ പോലും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, എനിക്ക് മെഡിസിൻസ് വേണ്ട, ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ കൃപാസനത്തിൽ ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വരണമെന്ന്. അപ്പം ഞാൻ ജിജോച്ചാനോട് പറയുമ്പോൾ ജിജോച്ചാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, നിനക്ക് വേണമെങ്കിൽ തന്നെ പൊക്കോ, ഇനി ഞാൻ ഒരു പള്ളിയിലും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നിനക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ, ഞാൻ ഇനി സംസാരിക്കത്തില്ല, നീ സംസാരിക്കണം, നീ പറയണം എന്നെ നാളെ ഇവിടെ കൊണ്ടുവരാൻ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എന്നോട് ജിജോച്ചാൻ പറഞ്ഞു, ഇല്ല ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനും ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് വാതിക്ക വന്നപ്പം ഇവിടെ ചെരുപ്പ് ഊരണമല്ലോ. അപ്പം ഞാൻ ജിജോച്ചാ ചെരുപ്പ് ഊരാം. അപ്പോൾ ജിജോച്ചാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റത്തില്ല ചെരുപ്പ് ഊരാൻ, എൻ്റെ കാലയിൽ മണ്ണും പൊടിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാരയില്ല, ഞാനത് കഴുകി തുടച്ച് തരാം. നമ്മൾ ഒരുപാട് ആശുപത്രികളിൽ കാലിൽ മണ്ണും പൊടിയായിട്ട് നടന്നിട്ടുണ്ട്. കാരണം ഞാൻ UK ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത്. ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ UK ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ചെന്നൈയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ദുബായിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും സക്സസ് ആയിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കയറി വന്നു. ഇവിടെ ഇരിക്കുന്ന 13ാമത്തെ കൗണ്ടറിലെ മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ ഒരു ചേച്ചിയെ കണ്ടു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ചേച്ചി എനിക്ക് ഇച്ചിരി തൈലം തരാമോ? കാരണം ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് തൈലം വയറ്റിൽ പുരട്ട് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളായ സാക്ഷ്യങ്ങളൊക്കെ. അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു, മോളെ അത് എനിക്ക് തരാൻ പറ്റത്തില്ല, എൻ്റെ ഇങ്ങനെ പറഞ്ഞു, മുത്തേ നീ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം എടുക്ക്, 3 മാസത്തിനുള്ളിൽ മാതാവ് നിനക്ക് അത്ഭുതം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി കരഞ്ഞു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോയി. നവംബർ 7-ാം തീയതി ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. നവംബർ 8-ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ വന്ന് 5 മണിയായപ്പോഴത്തേക്ക് ഇവിടെ കൗണ്ടറിൽ വന്നു, ടോക്കൺ എടുത്തു, ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി. ഇടയ്ക്കൊക്കെ ഇവിടെ വരുമായിരുന്നു. അതുപോലെ ഒരു ദിവസം വ്യാഴാഴ്ച ദിവസം ഞാനിവിടെ വന്നു. അന്ന് സാധാരണ നമ്മുടെ ജോസഫ് അച്ഛൻ ഉണ്ടാകുന്ന ദിവസമല്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അവിടെ ക്യൂവിൽ നിൽക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വെഞ്ചരിച്ച വെള്ളം തളിക്കുന്നുണ്ട് ഒരച്ഛൻ ആ കൗണ്ടറിൽ ഇരുന്ന്. അപ്പം ഞങ്ങളും ആ ക്യൂവിൽ നിന്നു. അപ്പം പെട്ടെന്ന് ജോസഫ് അച്ഛൻ എൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോയി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ പള്ളിക്കകത്ത് വന്നിരുന്നപ്പം മാതാവിനോട് നോക്കി ഞാൻ സംസാരിക്കും. അപ്പം മാതാവിനോട് പറയുക, ഞാൻ നേരിൽ പ്രത്യക്ഷപ്പെട്ട മകൻ നിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോയില്ലേ, നീ എന്തിനാ വിശ്വസിക്കാതെ ഭാരപ്പെടുന്നേ, ധൈര്യമായിട്ടിരിക്കാൻ. ഞാനങ്ങനെ ധൈര്യത്തോടെ വീട്ടിൽ പോയി. ഞാൻ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മേടിക്കാൻ ചെല്ലും ആ ഒരൊറ്റ രൂപമേ ഉള്ളൂ ആ കടയിലിരിക്കുന്നത്. അത് ഞാൻ മേടിച്ചു. അതിൻ്റെ അടിയിൽ ഞാൻ ലെറ്റർ എഴുതി വെച്ചു, അമ്മേ മാതാവേ, എൻ്റെ ഈ ബർത്ത്ഡേക്ക് നീ എനിക്ക് സമ്മാനമായിട്ടൊരു കുഞ്ഞിനെ തരണം. ഈ നീണ്ട 12 വർഷക്കാലം ഞാൻ ഒരുപാട് ആശുപത്രികളിൽ പോയി, ഇനി എനിക്ക് പറ്റത്തില്ല,
ഈ ലോകത്തിൽ എന്നെ ഒരു സ്ത്രീയായി നീ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അമ്മയാവാൻ പറ്റണമെന്നുള്ള വാശിയോടെ ഞാനൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ലെറ്റർ നീ നിൻ്റെ തിരുക്കുമാരനും അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. നവംബറിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവായിരുന്നു. ഡിസംബറിലാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ 19-ാം തീയതി ചെക്ക് ചെയ്തപ്പം പോസിറ്റീവായിട്ട് കണ്ടു. എനിക്കതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡൈനിങ് റൂമിലിരിക്കുക. ഞാൻ ഓടി വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ഹസ്ബൻഡ് മനസ്സിലായി ഞാൻ എന്തിനാണ് ഓടി വരുന്നതെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തോട്ട് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു, ജിജോച്ച ഒന്ന് വരാൻ പറഞ്ഞു. ഹസ്ബൻഡ് ഓടി വന്നു. ഞാനിത് കാണിച്ചു. കാരണം എൻ്റെ ഒരു ഇതായിരുന്നു, ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഇത് പറയത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഇത് കാണിച്ചു. ഞാൻ പറഞ്ഞു, ജിജോച്ച ദേ. അപ്പം ജിജോച്ചാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ സത്യത്തിൽ വളരെ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്ക് അധികം പ്രാവശ്യം ഇവിടെ വരാൻ പറ്റിയില്ല. പക്ഷേ ജിജോച്ചാൻ ആഴ്ചയിൽ പറ്റുന്നിടത്തോളം സമയം അത്രയും ഡ്രൈവ് ചെയ്ത്, ഞങ്ങൾ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പം എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വരും, പ്രാർത്ഥിക്കും. എന്നെ വാട്സപ്പിൽ വിളിച്ച് എന്നെ മാതാവിനെ കാണിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം തന്നൊരു കുഞ്ഞാണിത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ അന്ന് ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ വെച്ചു. അതെല്ലാം എനിക്ക് മാതാവ് നടത്തി തന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച കാര്യങ്ങളും എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ മറന്നുപോയ കാര്യങ്ങൾ പോലും എനിക്ക് ലഭിക്കുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നത്, ഞാനിത് ഉടമ്പടിയിൽ വെച്ച കാര്യമാണല്ലോ എന്ന്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ മർത്തോമക്കാരാണ്. ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചിട്ടായിരുന്നു രാവിലെയും വൈകിട്ട് ഉറങ്ങുന്നത്. ഞങ്ങളൊരു 5 വർഷം വരെ ഞങ്ങൾ ഓക്കെ ആവും എന്നുള്ള പ്രത്യാശയിൽ പോയി. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ അങ്ങ് മടുത്തു. കാരണം നമ്മൾ പള്ളിയിൽ ചെന്നാലും എവിടെ ചെന്നാലും സമൂഹത്തിന് മുമ്പിൽ ചോദ്യമാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾക്ക് ആരെയും കാണിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മാത്രമേ ദൈവത്തിനും അറിയത്തുള്ളായിരുന്നു. ദൈവം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് തന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പഴയതിനേക്കാളും കൂടുതൽ എൻ്റെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് വിശ്വസിക്കുവാൻ ഇപ്പോൾ കുർബാന കാണാൻ കൊള്ളുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തുവാൻ മതിയാവനാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്നതൊക്കെ ഈ മറ്റുള്ളവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങളൊരു കുഞ്ഞിനെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഫൈനാൻഷ്യലി ഞങ്ങളോട് ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നവരൊക്കെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ അഡ്രസ്സ് മേടിച്ച് ഞാൻ അവർക്കെല്ലാം അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം കൊണ്ടു കൊടുക്കാൻ പറ്റാത്തവർക്ക്. അതുപോലെ ലോക്കറ്റ്, സോൾട്ട്, ഹണി ഇതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് BP കൂടുതലായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ ഒരു മരുന്നും കഴിക്കാൻ ദൈവം എന്നെ സമ്മതിച്ചില്ല. ഞാൻ വിശുദ്ധ ഉപ്പ് കഴിച്ചാണ് എൻ്റെ ബ്ലഡ് പ്രഷർ കുറഞ്ഞത്. അത് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഒരു ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ നവംബറിലാണ് ഉടമ്പടി എടുത്തത്. 1 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റായി. അച്ഛൻ പറയാറുണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഉടമ്പടി നമ്മൾ പാലിച്ചാൽ ഉടനടി അനുഗ്രഹമാണ്. അതാണ് എനിക്ക് ലഭിച്ചത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ വിശ്വസിച്ചോ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ മതിയാവനാ. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതെല്ലാം ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പച്ചത്തിരി അതൊരു റോസാപ്പൂവായിട്ട് വിരിയുവാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പിച്ചു, ഞാൻ ഈ പ്രാവശ്യം ദൈവം എനിക്ക് കുഞ്ഞിനെ തരും. ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അതുപോലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒത്തിരി പേര് ക്യൂവിൽ നിൽപ്പുണ്ട്. ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുടെ ഒരു ക്യൂവാണ്. അപ്പം നമ്മുടെ ജോസഫ് അച്ഛൻ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഞാൻ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നെ പേര് വിളിച്ചു, ജിജി മോളെ നീ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ദൈവം നിനക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു. അതെല്ലാം ഞാൻ ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് തന്ന കുഞ്ഞാണത്. ഞാൻ എൻ്റെ വയറ്റിലെന്നും ഇവിടുന്ന് പോയി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എൻ്റെ വയറ്റിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നുണ്ട് വരെ എൻ്റെ വയറ്റിൽ ഈ തൈലം കുരിശിട്ട് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ. ഞാൻ പറയുമായിരുന്നു, എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ പേരിടുമെന്ന്. അങ്ങനെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ തന്നു. ഒരു കുഴപ്പമില്ലാതെ അവൾക്ക് ഞാൻ ഡോറിയ മറിയം ജിജോ എന്നിട്ടു പേര്. ഡോറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ്. അമ്മ മാതാവിൻ്റെ പേരും ഞാൻ അവൾക്ക് ചേർത്തിട്ടു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തി തന്നു. ഞാൻ അലാം വെക്കുമായിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത് രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി. 5 മണിയൊന്നുമല്ല, 3 മണിയാകുമ്പോഴേ ഞാൻ ഉണരും. പിന്നെ എനിക്ക് അലാമിൻ്റെ ആവശ്യമില്ലാതായി. എനിക്ക് രാവിലെ എണ്ണീറ്റാൽ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി ഡെയിലി ബ്രെഡ് കണ്ട് അത്രയും ചെയ്ത് കഴിഞ്ഞാലും പോയി കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഡയറികളിൽ എഴുതുമായിരുന്നു, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഞാൻ അത് എഴുതി എൻ്റെ ഡയറി തീർത്തു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലമാണ്. അതെല്ലാം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതെല്ലാം എനിക്ക് അത്ഭുതം എനിക്ക് തന്നു. എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാൻ സിസേറിയന് കയറിയ സമയത്തും ഞാൻ
എൻ്റെ മാതാവിൻ്റെ കാശിരൂപവും കൊന്തയും കൈ പിടിച്ചാണ് ഞാൻ സർജറിക്ക് കയറിയത്. അതുപോലെ ഞാൻ സ്കാനിങ്ങിനൊക്കെ പോകുമ്പം മാതാവിൻ്റെ കാശിരൂപം എൻ്റെ ശരീരത്തിൽ ഞാൻ കുത്തിവെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, എല്ലാം പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സ്കാനിങ് റൂമിൽ കിടന്നുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ദൈവനാമം ഇനിയും മഹത്വപ്പെടട്ടെ. അനേകായിരങ്ങൾക്ക് ഈ കൃപാസന മാതാവിലൂടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സീജ കുഞ്ഞപ്പൻ. ഞാൻ കോട്ടയം ജില്ലയിൽ ഉഴവൂരെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 3 വർഷമായിട്ട് കാനഡയിൽ ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. ആദ്യമായി ഈ അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 15-നാണ്. 2022 ആണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. ഞങ്ങൾ 11 വർഷമായിട്ട് മൗറീഷ്യസിലായിരുന്നു. അവിടെ നിന്ന് പല സ്ഥലത്തോട്ടും പോകാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതെല്ലാം മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ 2022 ഞങ്ങൾ കാനഡയ്ക്ക് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ആദ്യമായിട്ട് നമുക്ക് അവിടുത്തെ പ്രൊവിൻസ് നോമിനേഷൻ, അതായത് PNP എന്ന് പറയുന്നത് കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. എന്നിട്ടും അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചേച്ചി വഴി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു. സഞ്ചാര മാതാവാണ്, നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 7 ദിവസത്തിനകം ഒരുപാട് നാളായിട്ട് കിട്ടാണ്ടിരുന്ന പ്രൊവിൻസ് നോമിനേഷൻ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കിയുള്ള പേപ്പറെല്ലാം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. നോർമലി അവിടെ നിന്ന് 12 വീക്സിനകം വർക്ക് പെർമിറ്റ് കിട്ടേണ്ടതാണ്. അങ്ങനെ 12 വീക്സ് ആകാറായപ്പോഴത്തേക്കും ഞങ്ങൾ ഇന്ത്യയിലേക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു, ഫാമിലിയായിട്ട് പോന്നു. അങ്ങനെ 3 മാസത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. എന്നിട്ടും വർക്ക് പെർമിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും ജോലിയില്ലാണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി വിഷമിച്ച് അങ്ങനെ ആദ്യം എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുക്കാനായിട്ട്, ഇതെല്ലാം പാലിക്കാൻ പറ്റുമോ എന്ന്. ഒരുവിധം എല്ലാവരുടെയും പേടിയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ധൈര്യത്തോടു കൂടി ഉടമ്പടി എടുക്കണം. അങ്ങനെ 2023 മാർച്ച് 15-ന് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി വിശ്വാസത്തോടു കൂടി എടുത്തു. പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പത്രം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമേ, ഇത് പറഞ്ഞ് എനിക്ക് പത്രം കൊടുക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് മാതാവിനോട് ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്കും എൻ്റെ ഒരു കുഞ്ഞിനും വർക്ക് പെർമിറ്റ് വിസ സ്റ്റാമ്പിങ്ങിന് വന്നു. 6 മാസമായിട്ടും വരാണ്ടിരുന്ന വർക്ക് പെർമിറ്റ് ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ കിട്ടി. അത് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് പത്രം കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ 1-2 മാസത്തിനകം ഞങ്ങൾ കാനഡയ്ക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ പേഴ്സണൽ കെയർ, ഞാനും എൻ്റെ ഹസ്ബൻഡും പേഴ്സണൽ കെയർ അസിസ്റ്റൻ്റായിട്ടാണ് ജോലി ചെയ്യാനായിട്ടാണ് അവിടെ പോയത്. അവിടെ ജോലി ചെയ്തു. അങ്ങനെ PR-ന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിട്ട് എടുത്തു PR കിട്ടുവാൻ വേണ്ടി. 1 മാസത്തിനകം ഞങ്ങൾക്ക് കാനഡയിൽ PR കിട്ടി. അത് കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ NCLEX RN എന്ന എക്സാം. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അത് എഴുതാൻ പോലും ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം 2005 ഡിപ്ലോമ നേഴ്സിംഗ് പാസ്സായി എനിക്ക് അതിനൊരു മെറിറ്റുമില്ല. അത് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ജോലി ചെയ്തുള്ള പരിചയം മാത്രമേ ഉള്ളൂ. തിയറിറ്റിക്കലി ഞാനൊരു ബിഗ് സീറോയാണ്. അച്ഛൻ പറയുന്നത് പോലെ സീറോയിലും താന്നാണ് എൻ്റെ യോഗ്യത. അങ്ങനെ പക്ഷേ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് തൊട്ട് മാതാവ് എനിക്ക് അതിന് ശക്തി തന്നിരുന്നു. പഠിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് അതിനുള്ള ശക്തി തന്നു. ഞാൻ കൂടുതലും സാക്ഷ്യങ്ങൾ കേട്ടു. സാക്ഷ്യങ്ങളിലൂടെ പല അനുഭവങ്ങൾ എനിക്ക് തന്നു, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാൻ 2024 ഓഗസ്റ്റിൽ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്ത്
അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് തരുമെന്ന്. അങ്ങനെ എൻ്റെ ഓഗസ്റ്റിലാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ ആ മാസം തന്നെ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് ഉപ്പ് കയ്യിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ട് തൈലം നെറ്റിയിൽ പൂശി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉപ്പൊന്നും നമുക്ക് കയറ്റാൻ പറ്റത്തില്ല, ഒരു തുള്ളി ഒരു ഉപ്പുള്ളൂ. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് തൈലം കമ്പ്യൂട്ടറിൽ പൂശി ഞാൻ എക്സാം എഴുതി. 5 മണിക്കൂറിൻ്റെ എക്സാം ആയിരുന്നു, 150 ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം തന്നെ ഞാൻ ഓരോ തവണയും ആൻസർ എഴുതുന്നതിന് മുമ്പ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി നന്മ നിറഞ്ഞു മറിയവും ചൊല്ലിയാണ് എഴുതുന്നത്. ഇതിനൊക്കെ എനിക്ക് എങ്ങനെ സമയം കിട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. 5 മണിക്കൂറിൻ്റെ എക്സാം ഞാൻ 4.5 മണിക്കൂറിൽ എഴുതി കഴിഞ്ഞു. അത് ഞാൻ വിശ്വാസത്തോടെ ഓരോ തവണയും എഴുതുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ചെഴുതി. ഭാഗ്യവശാൽ എനിക്ക് എൻക്ലക് സാറൻ എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്, എല്ലാ ഇതിനെക്കുറിച്ചും പഠിക്കാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പീഡിയാട്രിക്, മറ്റേണിറ്റി, സൈക്യാട്രി അതൊന്നും അറിയില്ല. അതിൽ നിന്നൊക്കെ എനിക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും എനിക്ക് അറിയാവുന്ന ഭാഗത്ത്, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഭാഗത്തു നിന്ന് മാത്രമാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെല്ലാം മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടായിരുന്നു. അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്ന് ഞാൻ 2 ദിവസത്തിനകം റിസൾട്ട് കിട്ടും. എൻ്റെ റിസൾട്ട് വന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം അവിടുത്തെ 3:30 മണിക്കാണ് ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ലൈവ് ധ്യാനം നടക്കുന്നത്. വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പ്രയർ റിക്വസ്റ്റ് ഇട്ട് മാതാവേ അർഹതയുണ്ടെങ്കിൽ എന്നെ പാസ്സാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് ചെന്നപ്പോഴാണ് ഡ്യൂട്ടിയുടെ സമയത്താണ് എൻ്റെ റിസൾട്ട് വന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു, ഞാൻ ഒരിക്കലും അവിടെ നിന്നുകൊണ്ട് റിസൾട്ട് നോക്കത്തില്ല. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ തിരി കത്തിച്ച് കാശിരുമ്പം പിടിച്ചേ റിസൾട്ട് നോക്കത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് നോക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. ഞാൻ കാശുരൂപം വിശ്വാസ പ്രമാണം എന്ന് പറയണത് ഇതിനു മുമ്പ് എനിക്ക് ഇത്രയും ശക്തിയുള്ള പ്രാർത്ഥനയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. വിശ്വാസ പ്രമാണം ഇത് എന്ന് ഉടമ്പടി എടുത്തോ അന്ന് തൊട്ടാണ് ഞാൻ ഇത്രയും ശക്തിയുള്ള പ്രാർത്ഥന അറിയുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഹസ്ബൻഡ് റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ പാസ്സായി. എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഒരു യോഗ്യതയില്ലാത്ത നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതാണ് എൻ്റെ ജീവിതം. ഒരിക്കലും ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ അത് പാസ്സാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 പ്രാവശ്യം ട്രൈ ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഇതിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അങ്ങനെ ആദ്യത്തെ തവണ തന്നെ എനിക്ക് എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്കൊരു 9:30 സമയം കിട്ടിയത്. അന്നത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു 9:30 മാതാവ് അനുഗ്രഹം കാണിക്കുമെന്ന്. അപ്പോൾ എനിക്കൊരു പേടിയില്ലായിരുന്നു. അപ്പം എനിക്ക് അറിയാം എന്നെക്കുറിച്ചാണ് മാതാവ് പറയുന്നതെന്ന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് ആദ്യമൊക്കെ സംശയമായിരുന്നു, ഇവർ പറയുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാകുമോ, ഞാൻ പറയുന്നത് മനസ്സിലാകുമോ. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങോട്ടാണ്, ഏത് ഹോസ്പിറ്റലിലാണ് വേണ്ടതെന്നാണ്. അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടിയെന്നാണ്. അത് അങ്ങനെ ആരോടും തന്നെ പറയാറില്ല. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, ആരും ചവിട്ടാത്തടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവേ എനിക്ക് ജോലി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ യാതൊരു തടസ്സവും കൂടാണ്ട് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനും അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാനും സാധിച്ചു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന്. എല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സ്വന്തമായിട്ടൊരു ഭവനം മേടിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരുന്നപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ഒരു കനേഡിയൻ ഫാമിലി തന്നെ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ വീട് വിൽക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഇതെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അങ്ങനെ അവിടെ ഒരിക്കലും സംഭവിക്കുന്നതല്ല. ഞാൻ അറിഞ്ഞിടത്തോളം എപ്പോഴും മാർക്കറ്റിലിട്ട് റിയലാറ്റർ വഴിയാണ് എപ്പോഴും ഹൗസ് സെയിലിംഗ് നടക്കുന്നത്. ആരാണോ കൂടുതൽ പൈസ ഇടുന്നത് അവർക്കാണ് ആ വീട് കിട്ടുന്നത്. പക്ഷേ ഇവർ തന്നെ ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞ പൈസയ്ക്ക് അവർ ഞങ്ങൾക്ക് വീട് തന്നു. ഞങ്ങൾക്ക് വീട് കാണാനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വീട് കണ്ടു കഴിഞ്ഞ് ഞാൻ ആരും ചവിട്ടാത്തടുത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആ വീട് ഞങ്ങൾക്ക് കിട്ടി. ആ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഹാളുണ്ട് ആ വീടിന്. അപ്പം എൻ്റെ ആഗ്രഹം ഒരു ഹാള് പ്രയർ റൂമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആ ഹാളിൽ പ്രയർ റൂമാക്കുവാനും
മാതാവിൻ്റെയും ഈശോയുടെയും എന്നും പ്രാർത്ഥിക്കുവാനും ഉള്ള അനുഗ്രഹം കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു വീടുമായി. അത് കഴിഞ്ഞ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്ത് തന്നെ എനിക്ക് ജോലി കിട്ടാനും നല്ല ടീമിനെ കിട്ടുവാനും എനിക്ക് ഇതായി. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു അവിടെ എങ്ങനെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യും എന്നുള്ളത്. പക്ഷെ മാതാവിനെ എന്നും രാവിലെ പ്രാർത്ഥിച്ചു മുറുകെ പിടിച്ചാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാണ്ട് എനിക്ക് മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു. ഞങ്ങൾക്ക് അവിടെ അടുത്തായിട്ട് ഒരു ബസിലിക്ക പള്ളിയാണ് ഉള്ളത്. അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് നടന്നു പോകാനുള്ള ദൂരത്തിലായിരുന്നു ആദ്യം ഞങ്ങൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നിടത്ത്. അവിടെ പോയി നടന്നു പോകാനും പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ വീട് മേടിച്ചതിൻ്റെ അടുത്തും ഞങ്ങൾക്ക് നടന്നു പോകുന്ന രീതിയിൽ തന്നെ ഉള്ള പള്ളി കിട്ടി. അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അത് എന്തുവേണം ഒത്തിരി പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ കാശ് രൂപം പിടിച്ച് ഞാൻ പോലും അറിഞ്ഞില്ല എങ്ങനെയാണ് എനിക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യത്തെ തവണ തന്നെ കിട്ടിയെന്നുള്ളത്. എനിക്ക് അവർ പേപ്പർ അടിച്ച് തന്നപ്പോഴാണ് എനിക്ക് വിശ്വാസം പോലും ആകാത്ത രീതിയിലായിരുന്നു ഞാൻ. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്നുള്ളത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ നാട്ടിൽ നിന്ന് വരുത്തി അവിടെ കൊടുക്കും. അവിടെ ബസിലിക്ക പള്ളിയിൽ പോയി കനേഡിയൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തവണ കൊടുത്തപ്പോൾ ഒരു കനേഡിയൻ എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് ആ പേപ്പർ മേടിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. മലയാളം അവിടെ തന്നെ എവിടെ എല്ലാവരുടെ അടുത്തും തന്നെ മാതാവിൻ്റെ കാശിരൂപം എല്ലാവരുടെയും കഴുത്തിൽ കാണും. അതുപോലെ വിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും അവിടെ ജീവിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ 3 വർഷമായിട്ട് എന്ന് ഉടമ്പടി എടുത്തോ അന്ന് തൊട്ട് ഈ ചൊവ്വാഴ്ചയിലെ ധ്യാനം ഒരിക്കലും മുടക്കിയിട്ടില്ല. ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്കകം ഞാനത് കൂടിയിരിക്കും. അതിനുള്ള നമ്മൾ എപ്പോൾ വിഷമിച്ചാലും ആ അനുഗ്രഹ പ്രാർത്ഥന അച്ഛൻ്റെ കിട്ടുമ്പം ഭയങ്കര ഒരു ആശ്വാസമാണ്. അതുപോലെ ഡെയിലി ബ്രെഡ് എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് അതും കാണും. എൻ്റെ ഒരു ജീവിതം തുടങ്ങുന്നത് തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലൂടെ ആണ്. അതെല്ലാം സ്റ്റാറ്റസായിട്ടും ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെയാണ് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്. പാവപ്പെട്ടവർക്ക് പൈസ സഹായം ആവശ്യമുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് ഒരു എക്സാം എഴുതാനായിട്ട് $500 അതിന് 30,000 രൂപയുടെ ചിലവുണ്ട് ഒരു തവണ ഈ NCLEX എന്നുള്ള എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്നാണോ എക്സാം പാസ്സാവാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത തവണ ഞാൻ അടയ്ക്കേണ്ട പൈസ ഞാനത് പാവം കൊടുത്തേക്കാമെന്ന്. അത് ആദ്യമേ തന്നെ എനിക്ക് മാതാവ് എക്സാം പാസ്സാക്കി അത് അങ്ങനെ കൊടുക്കാനുള്ള അനുഗ്രഹം ഉണ്ടായി. ഇങ്ങനെ എക്സാം പാസ്സാവുകയാണെങ്കിൽ ആ പൈസ ഞാൻ കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ആ എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്ന് എന്ന് പ്രാർത്ഥിച്ചാലും അതെല്ലാം നടന്നിട്ടുണ്ട്. ഇത് ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടന്നു തന്നിട്ടുണ്ട്. അതിനെല്ലാം മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അനുഗ്രഹിച്ചതിന്. എൻ്റെ പേര് സുബി രാജ്. ഞാൻ അടൂർ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡാണ് റിജു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 31 ഒക്ടോബർ 2023 അതിലൊരു നിയോഗമായിരുന്നു. ഞങ്ങളുടെ പുതിയൊരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൺസ്യൂമർ കോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് ഹസ്ബൻഡ് പറയും. 2023 എൻ്റെ ഒരു കൺസ്യൂമർ കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു പുതിയ വാഹനം എടുത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഡാമേജ് വെഹിക്കിളായിരുന്നു എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള കോൺവെർസേഷൻ നടന്നതിന് ശേഷവും എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാഹനം മാറ്റി വരികയോ അല്ലെങ്കിൽ കൊടുത്ത എമൗണ്ട് തിരിച്ചു തരികയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2,25,000 രൂപ ഉണ്ടായിരുന്നു. ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കേസ് പിന്നെ ഡിസ്ട്രിക്ട് കേസിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 4-5 മാസത്തോളം ഒരു നീക്കുപോക്കും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പലയിടത്തും തിരക്കാൻ പറഞ്ഞത് വർഷങ്ങളെടുക്കും, കേസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മളതിൻ്റെ. അപ്പോൾ എല്ലാ മാസവും ഇതുപോലെ കേസ് വിളിക്കുമ്പോൾ പോകുന്നു. അതുപോലെ ഈ എതിർഭാഗം വക്കീൽ, എനിക്ക് വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഡ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ വാദിച്ചതുമെല്ലാം. അപ്പം എതിർഭാഗത്തെ വക്കീൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു, വാദങ്ങളൊന്നും ശരിയായി പോകുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് കാലഘട്ടം എടുക്കും എന്നുള്ള കാര്യം എൻ്റെ ജോലിയിൽ നിന്ന് ഞാനിങ്ങനെ ലീവ് എടുത്തിട്ട് ഇതുപോലെ കേസിൻ്റെ പുറകെ നടക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിൽ ആക്ച്വലി 2 മെമ്പേഴ്സും ഒരു പ്രസിഡൻറ്റുമാണ് ഉള്ളത്. ഞാൻ പോകുമ്പോഴെല്ലാം ഒരു പ്രസിഡൻറ്റും ഒരു മെമ്പറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ഭാര്യ ഇതുപോലെ ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ ഈ ഉപ്പും തൈലവുമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അതുമായിട്ടാണ് കേസിന് പിന്നീട് ഒരിക്കൽ പോയത്. ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം, ചിന്തിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം 2 മെമ്പർ ഉണ്ടായിരുന്നു, ഒരു അതുപോലെ പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു. അഡീഷണൽ ഉണ്ടായിരുന്ന മെമ്പർ അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചു. അതുവരെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നിനും ഒരു നീക്കുപോക്കം ഉണ്ടാകാതെ പോയിരുന്ന കാര്യം
അന്ന് ജസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് വേണ്ടി അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ മെമ്പർ എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തു. എനിക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ അവിടെ ഉണ്ടായി. അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി. അതിനുശേഷം അടുത്തൊരു ദിവസത്തിലേക്ക് അത് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച തീയതിയിൽ ചെന്നപ്പോഴും എൻ്റെ വാഹനവും എൻ്റെ ഫുൾ എമൗണ്ട് റീഫണ്ട് തരാനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിധി. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോടതി വിധി മുന്നോട്ട് തന്നെ പോയി. ജനുവരി 2024 3-ാം തീയതി എനിക്ക് വിധി വന്നു. ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യണം, അതുപോലെ കോമ്പൻസേഷൻ എമൗണ്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ട്രിക്ട് കോർട്ടിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എതിർഭാഗം വക്കീൽ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ അത് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വിധി കിട്ടി, അത് എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞാൻ അതിന് പുറകെ വീണ്ടും പോയി. അപ്പം മെയ്യിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മെയ്യിലെ കേസ് വീണ്ടും ഒക്ടോബറിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസ് പിന്നെ 2025 ജനുവരിയിലേക്ക് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ പോയപ്പം അന്വേഷിച്ചു കേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിന് ഇവരോട് താമസം എടുക്കുമോ, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി. അവിടെ അഡ്മിനിൽ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആരാണ് നിങ്ങളുടെ വക്കീലെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് വക്കീലൊന്നുമില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ എതിർഭാഗത്തായിരുന്നു നോക്കിയപ്പം അവിടെ ഒരു പ്രശസ്തനായിട്ടുള്ളൊരു വക്കീലായിരുന്നു. അപ്പോൾ ആ വക്കീലിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് അഡ്മിനിലുണ്ടായിരുന്ന മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു, റിജു ഇത് തന്നെ കൊണ്ട് കൂടുന്ന കാര്യമല്ല, കാരണം വളരെ സീനിയറായിട്ടുള്ള ഒരു വക്കീലാണ്, ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് നിൽക്കാൻ ജൂനിയർ വക്കീലന്മാർക്ക് പോലും മടിയാണ്, കാരണം അത്രയും സീരിയസ് ആയിട്ട് കേസ് ഹാൻഡിൽ ചെയ്യുന്നൊരു വക്കീലാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ആകെയുള്ള കോൺഫിഡൻറ്റ് പോയി. എന്ത് ചെയ്യാമെന്നറിയില്ല, കേസോ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടുള്ളതൊരു കാര്യമാണ്. ഇതിന് ഒരുപാട് വർഷം നീണ്ടുപോകുന്ന കേസാണ്. ഏതെങ്കിലും ഒരു സീനിയർ വക്കീലിനെ തന്നെ വെച്ച് ഈ കേസ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് എൻ്റെ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് 1-2 വക്കീലോട് സംസാരിച്ചു. നല്ല രീതിയിലുള്ള ചാർജസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സിറ്റിങ്ങിനനുസരിച്ച് ചാർജ് വരുമെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഓൾറെഡി എനിക്ക് കുറേ നഷ്ടങ്ങൾ വന്നു, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. ഞാൻ ആകെ ജനുവരിയിൽ ഈ കേസ് വെച്ച സമയത്ത് ഞാൻ ഹിയറിങ്ങിന് ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉപ്പും തൈലും ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, അതുപോലെ സാക്ഷികളും കേട്ടുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ കയ്യിൽ ആകെ ഒരു മെറിട്ടെന്ന് പറയുന്നത് ഈ പറയുന്ന തൈലം അതുപോലെ ഉപ്പുണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രം. ഞാൻ കോർട്ടിലേക്ക് ചെന്നു, അവിടെ ഇരുന്നു, എല്ലാവരും വന്നു, കേസുകൾ ഓരോന്നോരോന്നായി വിളിച്ച് പോകുന്നുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പം ശ്രദ്ധിച്ചു, ഒരു വക്കീൽ വരുന്നു, അതുപോലെ 2 വക്കീൽ ഒരുമിച്ച് വരുന്നു. അപ്പം ഇവരെ കണ്ടപ്പോൾ തന്നെ അവിടെ വക്കീലന്മാരെ ഒരല്പം സ്പേസ് കൊടുക്കുന്നു, റെസ്പെക്റ്റ് കാണിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നോർമലി ഇത്രയും പേര് വന്നിട്ട് പോലും ഈ ഒരു ബിഹേവിയർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൾ കുറച്ചുകൂടെ സീനിയറാണ്, ഇങ്ങനെയാണ്, എനിക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ പേര് വിളിച്ചു, കേസിലേക്ക് വിളിച്ചു. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉണ്ട്, ഉപ്പുമുണ്ട്. എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി തരണം, എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കല്ല, കാരണം ഈ കേസ് എത്ര നാൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കി തരണം, കാരണം എൻ്റെ ഇത് കേസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീണ്ടു പോകും, പൈസ കിട്ടാൻ താമസിക്കും, അതുപോലെ ഇതിൻ്റെ പുറമോട്ടുള്ള ബുദ്ധിമുട്ട്, ട്രാവൽ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ദൈവമാതാവ് ഇത് എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കി തരണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത്ഭുതം എന്ന് പറയാം, ഞാൻ എൻ്റെ കേസ് വിളിച്ചു അവിടെ ചെന്ന് നിന്നു. എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പേപ്പറുകൾ മുഴുവൻ അങ്ങ് താഴെ പോയി. ഉള്ള കോൺഫിഡൻറ്റ് മൊത്തത്തിൽ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആ പേപ്പർ വാരിക്കൂട്ടി ഞാൻ ജഡ്ജിലേക്ക് നോക്കി. അപ്പോൾ തന്നെ എതിർഭാഗം വക്കീലുണ്ടായിരുന്നത് സംസാരിച്ച് ഓൾമോസ്റ്റ് അവരുടെ കൺവീൻസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച ദൈവം എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കില്ലെന്നായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു മെമ്പർ എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ കിട്ടിയതുപോലെ തന്നെ ആ മെമ്പർ എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. 3 പേരും ആ ഒരേ തീരുമാനത്തിലേക്ക് എത്തി, ഈ കേസ് ഒറ്റ ദിവസം കൊണ്ട് ഡിസ്മിസ് ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക്. ആ കാര്യം കേട്ടപ്പോൾ തന്നെ മറ്റേ വക്കീൽ അത് ഫേവറബിൾ അല്ല, നല്ലതല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വീണ്ടും അതിലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി ആ ജഡ്ജ് പറഞ്ഞു, ഈ കേസിന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വിത്ത് കോമ്പൻസേഷൻ അഡീഷണൽ ഞാൻ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് നിവൃത്തികേട് കൊണ്ട് കേസ് ഡിസ്മിസ് ചെയ്യാമെന്നും 20,000 രൂപ എനിക്ക് അഡീഷണൽ കോമ്പൻസേഷൻ, നോർമലി എനിക്ക് ഉണ്ടായിരുന്ന 2,25,000 പ്ലസ് 10% per annum ഇൻട്രസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അതിനൊപ്പം അഡീഷണൽ സ്റ്റേറ്റിലേക്ക് വന്നതിനോട് 20,000 കൂടി അഡീഷണൽ ഇടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചൊരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വെച്ച് ഒന്ന് സംസാരിച്ചു. ദൈവിക കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എഫർട്ട് ഇടാൻ പാടില്ല. നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം മാത്രമായിരുന്നു. അത് പലതവണ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ജഡ്ജിലേക്ക് നോക്കിയൊരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് മാതാവ് അവിടെ ഉണ്ടെന്നൊരു ഫീൽ എനിക്കവിടെ കിട്ടി. മാതാവിനെ ജഡ്ജിമാരുടെ പുറകിലായിട്ട് ആ ഒരു ഭിത്തിയിൽ എനിക്ക് അവിടെ ആ ഒരു ഏരിയയിൽ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ആകെ ഉണ്ടായിരുന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ. ഈ വിധി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആകെ ഒരു ധൈര്യം എനിക്കത് മാത്രമായിരുന്നു. പക്ഷേ
എനിക്ക് വേണ്ടി അവിടെ സംസാരിപ്പിച്ചതും ആ കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഡിസ്മിസ് ആക്കിയതും എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം വർഷങ്ങൾ നീണ്ടു പോകുന്ന അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞ കേസാണ് ഒറ്റ ദിവസം കൊണ്ട് ആ ഡിസ്മിസ് ആക്കി എൻ്റെ ആ ഒരു എനിക്ക് ആ ഫുൾ എമൗണ്ടും കോമ്പൻസേഷനും ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഇൻട്രാപ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 20,000 എനിക്ക് അഡീഷണൽ കോസ്റ്റ് അവിടെ പറഞ്ഞ സമയത്ത് അതിനുശേഷം ഈ വക്കീലിനോട് കുറേ സംസാരിച്ച് അവർ പറഞ്ഞു എൻ്റെ ഇൻട്രസ്റ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചാർജസ് എല്ലാം ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെ ഒരു നെഗോസിയേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും മിണ്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേണ്ടി മാതാവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് അവർ കൺവിൻസ് ചെയ്തൊരു 15 രൂപയിലേക്ക് അഡീഷണൽ കോമ്പൻസേഷൻ പറഞ്ഞു. പിന്നീട് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം ഞാൻ ഒരു അബദ്ധം കാണിച്ചു. ഞാൻ സംസാരിച്ചു, എനിക്കിതുപോലെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അധികം കുറയ്ക്കല്ലേ എന്നൊരു രീതിയിൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ബേസിസിൽ അത് വീണ്ടും എമൗണ്ട് കുറഞ്ഞു. അതായത് അങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ 15 എന്നുള്ളത് 10 ആയി. പിന്നെ ഞാൻ എന്തോ പറയാമെന്ന് പിന്നെ അത് 7.5 ആക്കും എന്നൊക്കെ പറഞ്ഞാൽ മിണ്ടിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനത് സംസാരിക്കും തോറും ബുദ്ധിമുട്ടാവുള്ളൂ. കാരണം ദൈവം ഇടപെട്ട ഒരു കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ഞാനത് വിട്ടു. അപ്പം അഡീഷണൽ വന്ന കോസ്റ്റ് അവിടെ എനിക്ക് 5,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ എൻ്റെ അതുവരെയുള്ള ഫുൾ 10% ഇൻട്രസ്റ്റ് കോസ്റ്റ് എല്ലാം ചേർത്ത് എനിക്ക് 2,25,000 രൂപ ചിലവായാലും 3 ലക്ഷം രൂപയോളം എനിക്ക് കോമ്പൻസേഷൻ ഉൾപ്പെടെ എനിക്ക് അവിടുന്ന് വിധി വന്നിട്ടുണ്ട്, വിധി കിട്ടി. ഞാൻ അതുമായിട്ട് മടങ്ങി. ഞാൻ വളരെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇത്രയും മാസങ്ങൾ നടന്ന കേസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ വർഷങ്ങൾ പോകുമെന്നുള്ള ചിന്തയിലാണ് ഞാൻ വന്നത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാതാവ് എനിക്ക് എൻ്റെ ഫുൾ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പറയാൻ അതിനുശേഷം ഞാൻ ഭയങ്കര ഒരു കോൺഫിഡൻ്റാണ്. എനിക്ക് എന്ത് കാര്യത്തിനും അതിനുശേഷം എനിക്കൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ പോയി 3 തരത്തിൽ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പാസ്സാവുമെന്ന് എനിക്കറിയാം. ഞാൻ ആഗ്രഹിച്ചതാണ് ഇതിനടുത്ത് ജോലിക്ക് കയറണം എന്നുള്ള കാര്യത്തിൽ. ആദ്യത്തെ തരത്തിൽ പാസ്സായപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പിന്നെ എണ്ണയും ഉപ്പുമായിട്ടാണ് പോയത്. രണ്ടാമത്തെ തലത്തിലേക്ക് കുറച്ച് ടഫാണ്. അപ്പം അത് പാസ്സാവുന്നുള്ള എനിക്ക് ഗ്യാരണ്ടിയുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ ഞാൻ ഇതുപോലെ തന്നെ സാക്ഷ്യം കണ്ടുകൊണ്ട് ഈ ഉടമ്പടി തൈലമായിട്ടാണ് പോയത്. എന്നെ നല്ല കംഫോർട്ടാക്കിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചോദിച്ച കാര്യങ്ങളും സംസാരിച്ച കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാൻ പറ്റി. പിന്നെ 3rd സ്റ്റേജ് സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു പിന്നെ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിന് എനിക്ക് പോകാൻ പറ്റി. അവിടെയും ഇതുപോലെ തന്നെ കുറേ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അകത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കംഫോർട്ടായിക്കൊണ്ട് എനിക്ക് ആ ജോലി അത്ഭുതം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോലിയിൽ കയറിയ സമയത്ത് പിന്നെയും ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് ലൊക്കേഷൻ തരുന്ന സമയത്ത് അവിടെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അത് എങ്ങനെയെങ്കിലും അപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. എന്നിലൊരു കോൺഫിഡൻറ്റ് അവർ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കൊണ്ടുവരുന്നൊരു വിശ്വാസമുണ്ട് ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച എന്നോട് അവർ വിശ്വാസം തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങയുടെ വിശ്വാസമുള്ളത്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് മാസം തന്നെ എനിക്ക് നവംബർ 24 തന്നെ ഞാൻ ചാർജ് എടുക്കുന്നത്. 6 ദിവസം കൊണ്ട് തന്നെ 3 ടൈംസ് ബെറ്ററായിട്ട് പെർഫോമൻസ് എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിലേക്ക് എനിക്ക് 36th പൊസിഷനിൽ നിന്ന് എൻ്റെ ആ ഒരു ലൊക്കേഷൻ എനിക്ക് 9th പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വളരെ രീതിയിൽ ഹൈലൈറ്റ് ആവുകയും പിന്നെ അത് ഓരോരുത്തരും എന്നെ അപ്രിസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബുദ്ധിമുട്ടല്ല, തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും എനിക്ക് പണ്ടുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് 30 വയസ്സുണ്ട്. ഇതിനിടയ്ക്ക് ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ദിവസവും രാത്രിയിലും അതുപോലെ രാവിലെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിൻ്റേതായ അനുഭവങ്ങളെന്ന് പറയുമ്പം എവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് ഒരിടത്തും അധികം തടസ്സപ്പെടേണ്ടി വന്നിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് പരിഹരിച്ച് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു സാക്ഷ്യമോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോ ഞാനിങ്ങനെ സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അറിയില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാവുമെന്ന് പോയി ഞാൻ മുമ്പ് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോയോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ഈശോയോടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം നമുക്ക് ദൈവം എന്തെങ്കിലും അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഗ്രഹം പുറത്ത് പറയാതിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ കള്ളത്തരമായിട്ടാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ഈ അനുഭവം എന്നെപ്പോലെ പല ആൾക്കാർ അനുഭവങ്ങളോട് പറയാറുണ്ട്. ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും അവർക്കും ഇതുപോലെ നല്ല അനുഭവം ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ ദൈവത്തെ വിശ്വസിക്കുകയും അതുപോലെ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. എൻ്റെ ഒരു സാക്ഷ്യം കേട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാനും കൃതാർത്ഥനാണ്. എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പോയാണ് കൊണ്ടു കൊടുക്കുന്നത്. അത് ബസ് സ്റ്റാൻഡിലും അതുപോലെ ഓട്ടോ സ്റ്റാൻഡിലും പള്ളി പ്രദേശങ്ങളിലൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഓർഫനേജിൽ പോയി അവിടെയുള്ളവരെ കാണും, അതുപോലെ അവരോട് കുറച്ച് നേരം സംസാരിക്കുകയും
പിന്നെ ഞങ്ങളെക്കൊണ്ടാകുന്ന വിധത്തിൽ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ തെരുവുകളിൽ കിടന്നുറങ്ങുന്നവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുകയും ഫുഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആത്മീയമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വളർച്ച എന്ന് വെച്ചാൽ, ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയോ അതുപോലെ നേരത്തെ പള്ളിയിൽ പോവുക അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ മുടങ്ങാതെ പോവാറുണ്ട്. ഇത്രയും ചെയ്തു തന്നെ എൻ്റെ അമ്മ